എല്ലാവർക്കും കോക്ടെയിൽ കാഴ്ചകളിലേക്ക് പതിവ് പോലെ സ്വാഗതം. കോൺഗ്രസിന്റെ പ്രതിനിധികളാണല്ലോ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ മുരളീധരനും എല്ലാം അവരുടെ വി ഡി സതീശനും അവരടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുത്ത യോഗമാണ് തീരുമാനിച്ചത്. ഇവിടെ BJPയുടെ സമരവുമായോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സമരവുമായോ അല്ലെങ്കിൽ പെമ്പിളൊരുമയുടെ സമരവുമായോ യോജിച്ചൊരു സമരമെന്നല്ല UDF തീരുമാനിച്ചത്. ഇന്ന് ആദ്യം പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ പൊമ്പിളൈ ഒരുമൈ എന്ന പേരിൽ രണ്ട് മഹിളാമണികൾ നടത്തുന്ന സമരം ഏതുവരെയായി എന്ന് നോക്കിയേച്ചു വരാം. സമരം തുടങ്ങിയിട്ട് 3-4 ദിവസമായെങ്കിലും ഇത്രയും ദിവസം പന്തലുമിട്ട് ആളില്ലാതെ ഈച്ചയും അടിച്ച് നിൽക്കുകയായിരുന്നു നമ്മുടെ മഹിളാമണികൾ. എന്നാൽ ഇന്നിതാ 4 ഭാഗത്തു നിന്നും ആളുകൾ എത്തിത്തുടങ്ങുകയാണ്. മഹിളാമണികളുടെ സമരം തങ്ങളുടേതാക്കി മാറ്റാൻ ഒരു മത്സരത്തിന് തയ്യാറായി എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ മൂന്നാറിലെത്തിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനും ബിന്ദുജിയും ഇരുമയും ഒരു മനസ്സുമായാണ് ആ കൂട്ടുനിന്നത്. ഇന്നിതാ ഉമ്മൻചാണ്ടി സാർ മുതൽ ജോണി നെല്ലൂർ സാർ വരെയുള്ള നേതാക്കൾ മൂന്നാറിൽ ഷോ നടത്താൻ എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഒരു മന്ത്രി സ്ത്രീ സമൂഹത്തെ ആകെ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് തന്നെ അത് തെറ്റായെന്ന് തോന്നി, ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സാറിനും കൂട്ടർക്കും ഇന്നാണ് ഒരു ബോധോദയം ഉണ്ടായത്. മൂന്നാറിൽ കാറ്റ് കിട്ടിയ തക്കത്തിന് ഒന്ന് തൂറ്റി നോക്കുക. അങ്ങനെയാണ് മഹിളാമണികളുടെ സമരത്തിന് പിന്തുണ കൊടുക്കാൻ ചാണ്ടി സാറും കൂട്ടരും തീരുമാനിച്ചത്. ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് വഴിയേ പോകുന്ന ഇത്തരം സമരങ്ങളിൽ തലവെക്കാൻ ചാണ്ടി സാറിന് വലിയ പ്രയാസമൊന്നുമില്ല. മൂന്നാറിലെ സ്ത്രീ സമരത്തിൻ്റെ കംപ്ലീറ്റ് കൊട്ടേഷനും ചാണ്ടി സാർ കൊണ്ടുപോകും എന്നാണ് തോന്നുന്നത്. ഇടുക്കിക്കാരുടെ നാട്ടുഭാഷ എങ്ങനെയാണോ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇടുക്കിയിൽ ജനിച്ചു വളർന്നവരാണ്, ദേവികുളത്ത് വളർന്നവരാണ്. ഞങ്ങളാരും MM മണിയുടെ ഭാഷ നാട്ടുഭാഷയായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇടുക്കിക്കാരെ അപമാനിച്ച മുഖ്യമന്ത്രി കൂടി മാപ്പ് പറയണം. ഞാൻ ഓർക്കുകയാണ്, MM മണിയുടെ വീട്ടിലൊരു തത്തയെ വളർത്തുന്നു എന്നാണ് ഞാൻ കേട്ടത്. തത്തയ്ക്കൊരു ഗുണമുണ്ട്, മനുഷ്യൻ പറയുന്നത് മുഴുവൻ തത്തയേറ്റ് പറയും. അപ്പൊ MM മണിയുടെ തത്ത എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ തത്തയെ MM മണി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം ശ്രീ MM മണിയെ മണിയെന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ശ്രീ AK മണി പറഞ്ഞ പുള്ളിയുടെ പേരൂടെ മാറ്റാൻ അനുവദിക്കണമെന്നാണ്. എന്തായാലും ചാണ്ടി സാർ ഗോമതിയുടെ സമരപ്പന്തലിൽ പോയി ഇരുന്നില്ല. അവിടെ ഇരുന്നാൽ കിട്ടുന്ന ക്രെഡിറ്റിൻ്റെ പകുതിയും മൂന്നാറിലെ ഈ പെൺമണികൾ കൊണ്ടുപോയി കളയും. അതുകൊണ്ടാണ് ചാണ്ടി സാർ വേറെ പന്തലിട്ട് മഹിളാമണികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ജനപിന്തുണയാണോ ആളിൻ്റെ എണ്ണമൊന്നും അല്ല പ്രശ്നം. ഈ പെമ്പിള ഒരുമയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ ആഭാസകരമായിട്ടുള്ള പ്രയോഗമല്ലേ. അതൊരു മന്ത്രി സമരം അവരുടെ പ്രതിഷേധമാണ്. അതിലാൾ കൂടുന്നുണ്ടോ, 10,000 പേരുണ്ടോ, 20,000 പേരുണ്ടോ, അതല്ല, അവരുടെ പ്രതിഷേധത്തെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ തോട്ടം തൊഴിലാളികളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു സമരം അവർ പെണ്ണൂരും എന്ന് പറഞ്ഞിട്ട് നടത്തുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. തോട്ടം തൊഴിലാളികൾ അന്ന് കൂടിയതുപോലെ ഇന്ന് കൂടിയില്ല. ഇത് KPCCയുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. മണി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇത് പാർട്ടിയുടെ നിലപാടാണ്. ഈ സമരം ഇപ്പോൾ പൊമ്പിള ഒരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം BJPയുടെ ഒരാളല്ലേ സമരത്തിൽ നിരാഹാരം കിടക്കുന്നത്, സമരം ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സമരം പൊമ്പിള ഒരുമയുടെ സമരമാകുമല്ലോ. അപ്പോൾ തൊപ്പി സമരം എന്നുള്ളതാവാതെ അത് പൊമ്പിള ഒരുമയുടെ എന്ന് പറയില്ലല്ലോ. അത് ആ ആത്മീയുടെ പാർട്ടിയാണ്. അതൊന്നും എനിക്കറിയില്ല. കാരണം പാർട്ടിയുടെ നിലപാട് അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ അഭിപ്രായം. വ്യക്തിപരമായ അഭിപ്രായം പറയുമ്പോൾ പാർട്ടി അഭിപ്രായത്തിനല്ലേ പ്രാധാന്യം. എന്നാൽ ചാണ്ടി സാറും കൂട്ടരും ഇങ്ങനെ മഹിളാമണികളുടെ സമരത്തിന് പിന്തുണയുമായി ചാടിക്കേറി വരുമ്പോൾ സ്ഥലത്തെ കോൺഗ്രസ് നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ AK മണി നോ പറഞ്ഞു കളഞ്ഞു. ചാണ്ടി സാർ ആയാലും കൊള്ളാം, കോൺഗ്രസ് ആയാലും കൊള്ളാം, പൊമ്പിളൈക്കാരുടെ സമരത്തിന് ഞാനില്ലേ എന്ന് AK മണി തുറന്നു പറഞ്ഞു കളഞ്ഞു. ഇത് കേട്ട് നമ്മുടെ ഹസൻജി അയ്യടാ എന്നായിപ്പോയി. ആരും ഹൈജാക്ക് ചെയ്യത്തില്ല. ന്യായമായ സമരം കേരളത്തിൽ എവിടെ നടന്നാലും രാഷ്ട്രീയം പറന്ന് മലയാളികൾ അതിനെ പിന്തുണയ്ക്കും. അത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. സമരത്തിന് വെറുതെ ചാടിക്കേറി പിന്തുണ കൊടുത്താൽ മൂന്നാറിൽ പാർട്ടിക്ക് അക്കിടി പറ്റും എന്നറിയാവുന്നതുകൊണ്ടാണ് AK മണി ഇങ്ങനെയൊക്കെ പറഞ്ഞത്. സാരമില്ല, അനുഭവിക്കട്ടെ. നമ്മുടെ ബിന്ദു കൃഷ്ണാജിയാണെന്ന് തോന്നുന്നു ഈ ഹസൻജിയെയും ചാണ്ടി സാറിനെയും പറഞ്ഞ് മൂന്നാറിലേക്ക് ചാടിച്ചിരിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും ശക്തമായ
പ്രതിപക്ഷ പ്രസ്ഥാനം മാത്രമല്ല, ഇന്ത്യയിൽ ഇന്ന് എല്ലായിടത്തും വേരോട്ടമുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണെന്ന് പറയാം. ആ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ അവകാശ സമരത്തിന് ഏറ്റവും കൂടുതൽ പങ്ക് നൽകിയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത്ര വലിയ സംഭാവനകൾ നൽകിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തെയും ഭരണത്തിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ 100,000 കാര്യങ്ങൾ പറയാനും ചർച്ച ചെയ്യാനും ഉള്ളപ്പോൾ ഒരു എം മണിയെ പിടിച്ച് സഭയിൽ ഉറഞ്ഞു തുള്ളുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന് വേറെ കാര്യമായിട്ടൊന്നും ഉന്നയിക്കാനില്ലാത്തത് കൊണ്ടാണ് ഇമാതിരി ഹാലിളകലുമായി ഇറങ്ങുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്തായാലും ഇന്നും എം മണിയെ പ്രതിപക്ഷക്കാർ വെറുതെ വിട്ടില്ല. വില്ലിൽ നിന്ന് തൊടുത്ത അമ്പും നാവിൽ നിന്ന് തൊടുത്ത വാക്കും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒന്ന് ശരീരത്തെ മുറിപ്പെടുത്തും, മറ്റൊന്ന് മനസ്സിനെയും മനുഷ്യന്റെ ആത്മാഭിമാനത്തെയും മുറിപ്പെടുത്തും. കളക്ടർമാരെ നിയമിക്കുന്നത് ക്യാബിനറ്റാണ്, മുഖ്യമന്ത്രി ഒപ്പിടണം. സബ് കളക്ടറെ നിയമിക്കാൻ റവന്യൂ മന്ത്രി കൊടുക്കുന്ന ഫയലിൽ അവസാനം ഒപ്പുവെക്കുന്നത് മുഖ്യമന്ത്രിയാണ്. സർ, അന്ന് ഒപ്പുവെച്ച് നിയമിച്ച ആ ഇടുക്കിയിലെ സബ് കളക്ടറെ ചെറ്റ എന്ന് വിളിച്ചല്ലേ അങ്ങയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആക്ഷേപിച്ചത്? എന്ത് മന്ത്രിസഭയാണ് സാർ ഇത്? സർക്കാരിന്റെ മാന്യതയെ പറ്റി പറയുമ്പോൾ ദാ ഇങ്ങനെ ഒരു കഥയാണത്രേ സതീശൻ സാറിന് ഓർമ്മ വരുന്നത്. ഒരു കാര്യം കൂടി സർ, ഞാൻ ഒരു ജില്ലയിൽ പോയപ്പോൾ മാന്യനായ ഒരു അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയെ കണ്ടു. സർ, അയാളുടെ കൂടെ എപ്പോഴും ഒരാൾ, ആ കൂടെയുള്ളയാൾ വാ തുറന്നാൽ അസഭ്യവും ചീത്തയും പറയും. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇയാളെ കൊണ്ട് നടക്കുന്നത്? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എന്റെ നാട്ടിൽ എനിക്കൊരു മാന്യതയുടെ പരിവേഷമുണ്ട്. എന്നെ എതിർക്കാൻ ചിലർ വരുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവനെ കൊണ്ട് ചീത്ത പറയിപ്പിക്കും. സാർ, മാന്യതയുടെ മുഖംമൂടിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മാന്യനായ ഒരാളാണ്. മുഖംമൂടി എന്നുള്ളത് ഞാൻ പിൻവലിക്കുന്നു. മാന്യനായ ഒരാളാണ് മുഖ്യമന്ത്രി. അതെ, മാന്യതയുടെ ഒരു പ്രശ്നമുണ്ട് മുഖ്യമന്ത്രിക്ക്. പിന്നെ ഒരാശ്വാസമുള്ളത് മാന്യതയുടെ മൂർത്തീഭാവമായിരുന്നല്ലോ കഴിഞ്ഞ സർക്കാർ എന്നുള്ളതാണ്. അത് പോട്ടെ, ഇനി ഉഴവൂരിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത് കൂടി കേൾക്കാം. കേരളത്തിലാകെ ഇപ്പോൾ വിവാദങ്ങളാണ് എല്ലാ വിഷയത്തെക്കുറിച്ചും. മൂന്നാറിലങ്ങനെ, അതേപോലെ തന്നെ മറ്റു മേഖലകളിലും ഏത് ചെറിയ വിഷയം ഉണ്ടായാലും മഹാസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. എല്ലാവരും മുഖ്യമന്ത്രിയാണ് നേരിടുന്നത്. അസംബ്ലിയിലാണെങ്കിലും രാവിലെ ഇങ്ങനെ വന്നാൽ തൊണ്ടയിലൊരു മൈക്കും കൂടി വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ. ഉള്ള വിവാദങ്ങളെല്ലാം പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു സെൻകുമാർ വന്നിട്ട് DGPയുടെ കസേരയിൽ കയറി ഇരിക്കാൻ നോക്കുന്നതെന്നാണ് ഉഴവൂർ പറയുന്നത്. ഇപ്പോഴൊരു കോടതി വിധി വന്നിട്ടുണ്ട്. സെൻകുമാർ ഒരു സുരേഷ് ഗോപി മോഡലിലാണ് ഇപ്പോൾ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നത്. അതിനൊന്നും കുഴപ്പമില്ല, അത് കണ്ടാലൊക്കെ ഭംഗിയുള്ള കാര്യമാണ്. നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ ഇത്തരം നിയമത്തിന്റെ ലൂപ്പ് ഹോളുകൾ ആ ഉമ്മൻചാണ്ടി സാറെങ്ങാനും നോക്കിക്കളയുമോ എന്നാണ് ഉഴവൂരിന്റെ പേടി. അപ്പൊ ഈ കണക്കിന് പോയാൽ ഉമ്മൻചാണ്ടി ഒരു കേസ് കൊടുത്താൽ സംഗതി ആകെ കുഴപ്പമാവും. എനിക്ക് തിരിച്ചു വന്നേ പറ്റുകയുള്ളൂ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പുതുപ്പള്ളിയിലാണെങ്കിൽ എനിക്ക് ഭൂരിപക്ഷവും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിണറായി മാറി എനിക്ക് തിരിച്ചു വന്നേ പറ്റൂ എന്നുള്ളൊരു വാശി പിടിച്ചാൽ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് തിരിച്ചു വരണം, UDFിലെ മന്ത്രിസഭാംഗങ്ങളൊക്കെ ഈ DGPക്ക് വരാമെങ്കിൽ അവർക്കും വരണമെന്ന് പറയുന്നൊരു വാദമുഖം, കാര്യം 92 സീറ്റ് കിട്ടിയതൊന്നും വലിയ പ്രശ്നമല്ല, ഞങ്ങൾ പിണറായിയേക്കാൾ യോഗ്യരാണ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അങ്ങനെ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഉടനെ അത് വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. നാക്കുപിഴയിൽ മണിയാശാനെ മാത്രം പ്രതിയാക്കി തിരുവഞ്ചൂരിനെ പോലുള്ളവരെ വെറുതെ വിടുന്നത് പാപമാണെന്നും പറയുന്നു ഉഴവൂർ. ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം അക്ഷരം തെറ്റുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. നമ്മുടെ MLA, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം സ്ത്രീകളെ എന്താ ഇന്നലെ വിളിച്ചത്? എരുമയെന്ന് തന്നെ വിളിച്ചു. നിങ്ങൾ ആലോചിച്ച്, അങ്ങനെ മണിയാശാനെ അത്രയും വിളിച്ചോ? ഇല്ലല്ലോ. പെമ്പിളെ എരുമേ എന്ന് വിളിച്ചിട്ട് സത്യം പറഞ്ഞാൽ ആരാണ് ആദ്യം രാജിവെക്കേണ്ടത്? ആദ്യം രാജിവെക്കേണ്ടത് സ്ത്രീകളെ എരുമയോട് ഉപമിച്ച കാവ്യഭാവനി എന്ന് പറയുന്നത് പോലെ. ഇനി സഭയിലേക്കാണ്. നമ്മുടെ കടകംപള്ളി മന്ത്രിക്ക് പറ്റിയ പൊല്ലാപ്പാണ് സംഗതി. സഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണ്. ഉത്തരം തപ്പിയെടുക്കുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ്. പുതിയതായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള പ്രപ്പോസലുകൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ടോ? സർ, മാനദണ്ഡങ്ങളുണ്ട് സർ. മാനദണ്ഡങ്ങൾ ഒരു സെക്കൻഡ് സാർ, ഈ മാനദണ്ഡങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് നിൽക്കുന്നില്ലല്ലോ സാർ, അതുകൊണ്ടാണ് സാർ. അത് സാർ, ഒരു പ്രദേശത്തെ ഇതാണ് നിയമസഭയിൽ ജോലി ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങ് ദില്ലിയിലേക്ക് പോകാമെന്ന് വെച്ചത്.
കുഞ്ഞാപ്പ സന്തോഷത്തോടെ തൻ്റെ MLA സ്ഥാനം രാജിവെച്ചു. ഇനി അങ്ങ് ദില്ലിയിലേക്ക്. ദില്ലിയിൽ പോയാൽ സംസ്ഥാനത്തെ നേതാക്കളെയും നാട്ടുകാരെയും എല്ലാം മറന്നു കളയുമോ എന്ന് പത്രക്കാർക്ക് ഒരു സംശയം. എൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഫൗണ്ടേഷനിൽ. കേരള ഇന്ത്യയുടെ ഭാഗം തന്നെയല്ലേ. കേരളത്തിലെ എല്ലാ ആക്ടിവിറ്റീസിലും ഞാനുണ്ടാവും. ഒന്നിനും ഇല്ലാണ്ടിരിക്കില്ല. നിയമസഭയിൽ മാത്രം ഉണ്ടാവും. കുഞ്ഞാപ്പയെ പറഞ്ഞുവിടാൻ മനസ്സില്ലാത്ത പത്രക്കാർക്ക് കുഞ്ഞാപ്പ ഇനി എന്ന് തിരിച്ചു വരും എന്നറിയണം. ഇപ്പൊ പാർലമെന്റിൽ പോകുമ്പോഴാണ് അത് ചോദിക്കുന്നത്. സോഫാർ നാഷണലിൽ നമ്മളുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് എൻ്റെ എല്ലാ ഗുഡ്വില്ലും എല്ലാ കഴിവും ഉപയോഗിച്ച് പ്രതിപക്ഷ യോജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് എത്ര ലോങ് ടേം ആണെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കൽ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നാണ് ഞാൻ